ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കറൻ്റ്ലി ലൈവാണ്. നമ്മളതിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെബിനാറിൽ നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പല കുട്ടികളും ലേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, പലരും അറിയാതെ പോയിട്ടുള്ളവർ പിന്നീട് വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു വെബിനാറിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ക്വറീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത്തരത്തിലൊരു വെബിനാർ കണ്ടക്ട് ചെയ്യണമെന്നൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ്, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യങ്ങൾ, പോസ്റ്റിന് പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, പോസ്റ്റ് പ്രിഫറൻസിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വേണം കൊടുക്കാൻ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ നമ്മളത് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അത് വളരെ പ്ലെയിൻ ആയിട്ട് പറയുന്നതിന് പകരം നമ്മുടെ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് ചെന്നൈ RRBയിൽ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ചെന്നൈ RRBയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നുള്ളത് ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെന്നൈ RRBയിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽകാർക്ക്, ഇലക്ട്രോണിക്സുകാർക്ക്, മെക്കാനിക്കലുകാർക്ക്, സിവിലുകാർക്ക്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ഗ്രൂപ്പുകാർ, മറ്റ് അതർ ഡിപ്ലോമയുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം അവസരങ്ങളുണ്ട്, എന്താണ് അവിടുത്തെ സാധ്യത, എങ്ങനെയാണ്, ഏതൊക്കെ പോസ്റ്റുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിലൂടെ നോക്കി കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വെബിനാർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത് ഉൾപ്പെടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ അങ്ങനെ കമൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ജോലിയുടെ സ്വഭാവം എന്താണെന്നുള്ളതും ആദ്യം മനസ്സിലാക്കി വെക്കുക. പ്രിഫറൻസ് കൊടുക്കുക. പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ജോലി ഏത്, അതിൻ്റെ ഹൈറാർക്കി അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ, അതാണ് പോസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ആൻഡ് ജോബ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 37 പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റും എടുത്തു വെച്ചാൽ ആ ഓരോ പോസ്റ്റിൻ്റെയും ജോലി സ്വഭാവം പറഞ്ഞു തരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒന്ന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ജനറലൈസേഷൻ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് എക്സാക്ട്ലി ഇങ്ങനെയാണ് എന്നുള്ളതല്ല, ഒരു ഓവർവ്യൂ. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കുക, ഡിപ്പാർട്ട്മെന്റിന്റെ കൂട്ടത്തിൽ സബ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക. ആ സബ് ഡിപ്പാർട്ട്മെന്റിനകത്ത് വർക്ക്ഷോപ്പ്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, R&D തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിനകത്താണ്, അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിനകത്തൊക്കെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് പൊതുവിൽ ഓഫീസ് നേച്ചറുള്ള ഒരു ജോലി സ്വഭാവമുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളുടെ സബ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് നോക്കുക. അത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഒക്കെ വരുന്ന പോസ്റ്റാണ്, അല്ലെങ്കിൽ R&D വരുന്ന പോസ്റ്റാണ്, DMS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, ഓഫീസ് ഡ്യൂട്ടി ഉള്ളതാണ്. ഇനി ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി വരുന്നതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്, EMU ആൻഡ് TRS, വർക്ക്ഷോപ്പ്, കാരേജ് ആൻഡ് വാഗൺ, ഡീസൽ ഷെഡ്, ജനറൽ സർവീസ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി വരുന്നതാണ്. ഫീൽഡ് ഡ്യൂട്ടി അല്ലെങ്കിൽ എമർജൻസി ഡ്യൂട്ടിയിൽ വരുന്നതാണ് പവർ, മെക്കാനിക്കൽ, ട്രാക്ക് മെഷീൻ, PVA വർക്ക്സ്, TRD, ടെലികമ്മ്യൂണിക്കേഷൻ, സിഗ്നൽ തുടങ്ങിയ എല്ലാം തന്നെ ഒരു എമർജൻസി ലൈനിൽ ഫീൽഡ് വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ വരുന്ന 37 പോസ്റ്റുകളെ അതിൻ്റെ സബ് ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് ഇത്രയും രീതികളിലേക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഇലക്ട്രിക്കലിൽ വരുന്നുണ്ട്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ് മെക്കാനിക്കലിൽ വരുന്നുണ്ട്, അപ്പോൾ ആ സിവിലിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്സ് എല്ലാം തന്നെ ഒരു ഓഫീസ് സ്വഭാവമുള്ളവയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഡിവിഷനിലോ ഹെഡ് ക്വാർട്ടേഴ്സിലോ ആയിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ജോലി സ്വഭാവം വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ ജോലി സ്വഭാവം അനുസരിച്ച് പോസ്റ്റുകളെ താരതമ്യം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് RRB ചെന്നൈയുടെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ RRB ചെന്നൈയുടെ ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നോ പ്രിഫറൻസ് കൊടുക്കണമെന്നോ ഞാൻ ഇവിടെ ക്ലെയിം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എങ്ങനെ പ്രിഫറൻസ് കൊടുക്കാം, അപ്പോൾ ഈ രീതിയിലും കൊടുക്കാം, ഇതല്ലാതെയും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം സാറ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നാളെ ആരും വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ഇട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സാധ്യത, അതെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ
ഇതാണ് അതിൻ്റെ ഒരു വേക്കൻസി ചാർട്ട് എന്ന് പറഞ്ഞാൽ. RRB ചെന്നൈയിൽ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകെ വേക്കൻസീസ് എന്ന് പറയുന്നത് 233 ഇലക്ട്രിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡുകാർക്കാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC ട്രിപ്പിളിക്കാർക്ക് ഒരേ വേക്കൻസി തന്നെയാണുള്ളത്. 233 ഒഴിവുകളാണ് ചെന്നൈ RRBയിൽ പ്രധാനമായിട്ടും വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ 208 ഒഴിവുകൾ. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് കാറ്റഗറി, ഏതാണ് ഈ അലൈഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ? അലൈഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ് തുടങ്ങിയ ട്രേഡുകാർ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആണ് 132. അപ്പോൾ മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റുകളും ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല? മെക്കാനിക്കൽ ആൻഡ് അലൈഡുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ആളുകളാണ്, ECയിൽ വരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡുകൾ ചോദിക്കും. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ട്രേഡും കൊടുക്കാം, പിന്നെ എന്ത് കൊടുക്കാം? അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ട്രേഡിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം ഇത് രണ്ടിലും നിങ്ങൾ പെടുന്നതാണ്. പക്ഷേ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ട്രേഡാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുടെ എണ്ണമാണ് 233. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ട്രേഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളുടെ എണ്ണമാണ് 61. അപ്പം നിങ്ങൾ വളരെ വയസ്സായിട്ട് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് എങ്ങനെയാണോ അത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, മെക്കട്രോണിക്സ്, മെഷീൻ ആൻഡ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിനൊക്കെ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണമാണ് 132. സ്വാഭാവികമായിട്ട് സംശയം വരാം, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എത്രയാണ് ഒഴിവ്, IT-കാർക്ക് എത്രയാണ് ഒഴിവ് വരുന്നത്? IT-കാർ, കമ്പ്യൂട്ടർ സയൻസുകാർ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗുകാരെല്ലാം വരുന്നത് ഈ പറയുന്ന 61 വേക്കൻസീസ് ആണ് അവർക്ക് പ്രധാനമായിട്ടും വരുന്നത്. ഇതതിൻ്റെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് ആണ്, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സിവിലുകാർക്ക് വരുന്നത് 165 ഒഴിവുകളാണ്. ഇനി അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡിപ്ലോമയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 36 ഒഴിവുകളാണ് എവിടെയുള്ളത്? ചെന്നൈ RRBയിലുള്ളത്. അപ്പോൾ ഈ ചെന്നൈ RRB ഒരു എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ട് എങ്ങനെ പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നോക്കി കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, 233 ഉണ്ട്, UR 98 ഉണ്ട്, ST-ക്കൊക്കെ ആകെ 21 ഒഴിവേ ഉള്ളൂ. അപ്പോൾ ST-കാരെ എവിടെ അപ്ലൈ ചെയ്യാം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ST-കാർക്ക് ഉള്ള ഒഴിവ് ഈ 21 മാത്രമല്ല, ഏതും കൂടെ കിട്ടും? 98 കൂടെ കിട്ടും. EWS-കാർക്കുള്ള ഒഴിവ് ഈ 22 മാത്രമല്ല, ഏത് കൂടെ കിട്ടും? 98 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ UR വേക്കൻസിയിലേക്ക് ആരൊക്കെ എലിജിബിൾ ആണ്? മറ്റ് റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ എലിജിബിൾ ആണ്. അപ്പോൾ ആ വേക്കൻസിയുടെ പുറത്ത് ഇപ്പോൾ ടോട്ടൽ OBC വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UR വേക്കൻസി പ്ലസ് OBC-കാർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി, ഇത്രയും വേക്കൻസിയാണ് OBC-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർ എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസി. ആ ഒരു സാധ്യത ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഞാൻ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് കൊടുത്തിരിക്കുന്നത് മാത്രം, കാരണം കമ്മ്യൂണിറ്റി വൈസ് ആണ് കട്ട് ഓഫ് എപ്പോഴും വരാറ്, അതുകൊണ്ട് ആ വേക്കൻസീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണും. ഞാൻ വേക്കൻസി ഒന്ന് കാണിച്ചിരിക്കുന്നത് മാത്രം, ഇതൊരു നമ്പർ മാത്രമാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട്, അല്ലാതെ ഇതിന് വേറെ പ്രസക്തിയൊന്നുമില്ല. വേക്കൻസി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പർ നിങ്ങളെ സഹായിക്കുന്നു. നമ്മൾ ഇന്നലത്തെ വെബിനാറിൽ ഏകദേശം 5ഓളം RRBകളെ ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ചെന്നൈ മാത്രമാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് RRB ചെന്നൈ എടുക്കുകയാണ്. RRB ചെന്നൈയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾ, അതായത് ട്രിപ്പിളിക്കാർ, EC-കാർ, അവർക്ക് എത്ര പോസ്റ്റാണ് RRB ചെന്നൈയിൽ മാറ്റി വെച്ചിരിക്കുന്നത്? നിങ്ങളൊരു UR കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇലക്ട്രിക്കൽ ട്രേഡിലും ഇലക്ട്രോണിക്സ് ട്രേഡിലും വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ചെന്നൈയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 16 പോസ്റ്റുകളുണ്ട്. ആ 16 പോസ്റ്റുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഈ രീതിയിൽ 16 വേക്കൻസീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ പ്ലസ് ഇട്ട് കൊടുക്കുന്നതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒന്നാമത്തെ പ്രിഫറൻസ് ഏതാണോ, ഇപ്പോൾ ചിലപ്പോൾ 16ാമത്തെ പോസ്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വിൻഡോയിൽ അത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമ്പർ 1 കാറ്റഗറി 16 ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് കാണിക്കും. നിങ്ങൾക്ക് 8ാമത്തെ പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 8ൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ 8ാമത്തെ പോസ്റ്റ്. അവിടെ പോയിട്ട് പ്ലസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാറ്റഗറി നമ്പർ 21ാമത്തെ പോസ്റ്റ്, അത് നിങ്ങളുടെ കാറ്റഗറി നമ്പർ 21 രണ്ടാമത്തെ പോസ്റ്റായിട്ട് വരും. അതാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ചെന്നൈ RRBയിൽ ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 16 പോസ്റ്റുകളുണ്ട്. ഈ 16 പോസ്റ്റുകളെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കളർ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം കളർ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെ യെല്ലോ കളർ എന്ന് പറയുന്നത് B1 B2 കാറ്റഗറിയിൽ ഉള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റുകളാണ്. ഗ്രീൻ കളർ എന്ന് പറയുന്നത് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകളാണ്. റെഡിഷ് കളർ എന്ന് പറയുന്നത്
A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകളാണ്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കലിൻ്റെ വീഡിയോ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. നമ്മുടെ തന്നെ ചാനലിൽ വീഡിയോസ് കിടപ്പുണ്ട്, സംശയമുള്ള കുട്ടികൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള മെഡിക്കലാണ്. C1 ആണ് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്. B1 B2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് സപ്പോസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫെയിൽ ആവാൻ സാധ്യതയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ട ഒബ്വിയസ്ലി ഗ്രീൻ കളറിൽ കാണുന്ന പോസ്റ്റുകളാണ്. ഈ റെഡ് കളറിൽ കാണുന്ന പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് ഒരു ജോലിയുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ സ്വഭാവം നമുക്ക് ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലുള്ള പോസ്റ്റുകൾ പൊതുവിൽ ഫീൽഡ് നേച്ചർ ഉള്ളവയായിരിക്കും. അതായത് നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ട ജോലികളായിരിക്കാനാണ് സാധ്യത. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ സിഗ്നലിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷനും ജൂനിയർ എഞ്ചിനീയർ ഇത് രണ്ടും A3 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. ട്രാക്ക് മെഷീൻ, ട്രാക്കിൽ ഇറങ്ങേണ്ടതാണ്. TRD ആൻഡ് TRS ഇതെല്ലാം ഫീൽഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ആണ്. ഇനി ഗ്രീൻ വരുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കണ്ട ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ അത് C1 ആണ്, ഓഫീസ് ഡ്യൂട്ടി ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിന് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ കളർ വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് തന്നെ ജോലിയുടെ സ്വഭാവം ഏറെക്കുറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും 16 പോസ്റ്റുകൾ നിങ്ങൾക്ക് പറ്റുമെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ചെന്നൈ RRBയിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഇലക്ട്രോണിക്സുകാരും ഇലക്ട്രിക്കലുകാരും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന 16 പോസ്റ്റുകൾ ഇതാണ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, R&D, ജനറൽ സർവീസ്, DMS, വർക്ക്ഷോപ്പ്, TRS, EMU. അപ്പോൾ താഴോട്ട് വരുന്തോറും ഫീൽഡ് ഡ്യൂട്ടി കൂടുതലാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. മുകളിൽ ഓഫീസ് ജോലിയുള്ള പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 16 പോസ്റ്റുകളെ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് വെക്കാം. അപ്പോൾ 4 ആദ്യം വരും, 5 ആദ്യം, രണ്ടാമത് 26, 27, 29, 37, 2, 7, 21, 25, 31. ഇത് B1 B2 കാറ്റഗറിയിലുള്ളതാണ്. അതായത് ഇത്രയും C1 കാറ്റഗറി, ഇത്രയും B1 B2 കാറ്റഗറി, ഇത്രയും A3 കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഫീൽഡ് ഡ്യൂട്ടി സാലറി കൂടുതൽ വേണം, അലവൻസ് കൂടുതൽ വേണം, നിങ്ങളുടെ മെഡിക്കലി ഫിറ്റ് ആണ്, നിങ്ങൾക്ക് ഫീൽഡ് ഡ്യൂട്ടി ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 36 ആദ്യം വരുന്ന രീതിയിൽ 36, 35, 20, 9, 8 നേരെ തിരിച്ച് പ്രിഫറൻസ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയുള്ള ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം, ഏത് രീതിയിലാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് ചെന്നൈയിലുള്ള സാധ്യത. UR കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. UR കാരല്ല, നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ പോസ്റ്റ് വരാം. SC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേക്കൻസി അനുസരിച്ചിട്ട് പോസ്റ്റുകളുടെ എണ്ണത്തിൽ വേരിയേഷൻസ് വരാം. ഇനി നിങ്ങൾ റിസർവേഷൻ കൊണ്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ 33 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള OBC കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC പോസ്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അപ്പർ ഏജ് ലിമിറ്റ് ആക്ച്വലി എത്രയാണ്, 33 ആണ് അൺറിസർവ്ഡിൻ്റെ. ബാക്കി നിങ്ങൾക്ക് OBC കാരുടെ റിലാക്സേഷൻ ആണ് അധികം 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ OBC എന്ന് പറയുന്ന അതിൻ്റെ നോൺ ക്രീമി ലെയർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആവുന്ന പോസ്റ്റുകൾ ഏതായിരിക്കും, OBC പോസ്റ്റുകൾ മാത്രമായിരിക്കും. 33 വയസ്സിന് മുകളിലുള്ള SC കാരുടെയും ST കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. 33 മുതൽ 38 ഇടയിലുള്ള SC കാർക്ക് ST കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് SC ST പോസ്റ്റുകൾ മാത്രമായിരിക്കും. എന്നാൽ 33 വയസ്സിന് താഴെയുള്ള OBC കാർക്ക് OBC ഒഴിവും UR ഒഴിവും കിട്ടും. 33 വയസ്സിന് താഴെയുള്ള SC ST കാൻഡിഡേറ്റ്സിന് SC ST ഒഴിവും കിട്ടും, UR ഒഴിവും കിട്ടും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള കാര്യമാണ്. ഇനി RRB ചെന്നൈയിൽ ഈ കാണുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാറ്റഗറിയിലാണ് നിങ്ങൾ ട്രേഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ കാണുന്ന 3 പോസ്റ്റുകൾ മാത്രമാണ്. ജൂനിയർ എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നൽ വരുന്നുണ്ട്, ജൂനിയർ എഞ്ചിനീയർ SNT ടെലികമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, DMS വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 2 പോസ്റ്റിനും മെഡിക്കൽ A3 ആണ്. ഈ കാണുന്ന 2 പോസ്റ്റിനും മെഡിക്കൽ A3 ആണ്, ഇതിന് മെഡിക്കൽ C1 ആണ്. അപ്പോൾ ഇതിൽ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് 3 പോസ്റ്റേ ഉള്ളൂ. ഓഫീസ് ജോലി താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, 37 ആദ്യം കൊടുക്കുക, പിന്നീട് 35 36 കൊടുക്കുക. തിരിച്ചാണെന്നുണ്ടെങ്കിൽ 35 36 37 ആ രീതിയിൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡുകാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ട്രേഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണിത്. നിങ്ങൾക്ക് തന്നെ ഈ ട്രേഡുകൾ കൊടുത്തു നോക്കാവുന്നതാണ്, അപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി മൂവിങ് ഓൺ.
നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുടെ എണ്ണം 14 ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 16 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് 14 പോസ്റ്റുകളാണ് ആർക്ക് പറ്റുന്നത്, മെക്കാനിക്കലുകാർക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആ 2 പോസ്റ്റുകൾ നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിൻ്റെയും ടെലികമ്മ്യൂണിക്കേഷൻ്റെയും 2 പോസ്റ്റാണ് മെക്കാനിക്കൽ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തത്. SIT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തത്. ബാക്കി എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് കളർ കോഡ് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. യെല്ലോ ഉള്ളത് റെഡ് ഉള്ളത് ആദ്യം കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ഉള്ളത് ആദ്യം കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഓഫീസ് ഡ്യൂട്ടി ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീൽഡ് ഡ്യൂട്ടി ആണോ താല്പര്യം, നിങ്ങൾ മെഡിക്കലി ഈ പറഞ്ഞ പോലെ വീക്കാണ്, മെഡിക്കലി അത്ര കണ്ട് ഫിറ്റ് അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള പോസ്റ്റുകൾ ആദ്യം വെക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ചെന്നൈയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് അപ്ലൈ ചെയ്യാവുന്ന സമയത്ത് ചെന്നൈ മാത്രം അപ്ലൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ട്രിവാൻഡ്രം RRB, അതുപോലെ തന്നെ സെക്കന്ദരാബാദ്, മുംബൈ ഇതൊക്കെ നോക്കാം. കൊൽക്കത്തയിൽ ഒഴിവുണ്ട്, അവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ചെന്നൈ RRB എടുക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം വരുന്ന കുട്ടികളും അപ്ലൈ ചെയ്യുന്ന ഒരു RRB ആയതുകൊണ്ടാണ് ഞാൻ ചെന്നൈ RRB എക്സാമ്പിളായിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഓക്കെ, ഇനി അപ്പോൾ അതാണ് മെക്കാനിക്കലിൻ്റെ സാഹചര്യം. ഇനി മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, ഈ കാണുന്ന ഇത്രയും മെക്കാനിക്കലിൻ്റെ അലൈഡ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ 6 പോസ്റ്റുകളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അടക്കമുള്ള കാറ്റഗറിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇതിൽ പ്രിഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇനി നിങ്ങൾ സിവിലുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 6 പോസ്റ്റുകളാണ് പറ്റുന്നത്. സിവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 6 പോസ്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 6 പോസ്റ്റുകളെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കളർ കോഡിയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലിരിക്കും. ഇവിടെയും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഓഫീസ് ജോലികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാദ്യം കൊടുക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, R&D, ജനറൽ സർവീസ്, DMS ഈ ഒരു ഓർഡർ നോക്കിയിട്ട് ആ ഒരു ഓർഡർ പ്രകാരം തന്നെ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നതിനേക്കാളും മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നുണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസോ അല്ലെങ്കിൽ മറ്റ് വെബിനാറുകളോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നമ്മുടെ കോഴ്സസ് ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് CBT 1ൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ JEEക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JEE കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ഉണ്ട്, JEE കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ഉണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ CBT 1 നമ്മളവിടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് CBT 1ൻ്റെ ബാച്ച് ഉണ്ട്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കുട്ടികൾക്ക് കമ്പൈൻഡ് ബാച്ച് CBT 1 + CBT 2 ബാച്ചും നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റ് പ്രിഫറൻസിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി, നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി, നിങ്ങളുടെ പ്രിഫറൻസ് മനസ്സിലാക്കി, കൃത്യമായ പ്രിഫറൻസ് ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.